ബാലതാരമായാണ് അനശ്വര രാജൻ സിനിമയിലെത്തുന്നത്. അധികം വൈകാതെ തന്നെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറാൻ അനശ്വരയ്ക്ക് സാധിച്ചു. മലയാളത്തിൽ മാത്രമല്ല ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിക്കാനും അനശ്വരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പോയ വർഷം ഇറങ്ങിയ നേരിലൂടെയും ഈ വർഷം ഇറങ്ങിയ ഒസ്ലറിലൂടെയും തുടർ വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അനശ്വര. നേരിൽ മോഹൻലാലിനൊപ്പമായിരുന്നു അനശ്വര അഭിനയിച്ചത്. ചിത്രത്തിലെ അനശ്വരയുടെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഒസ്ലറിലും കയ്യടി നേടാൻ അനശ്വരയ്ക്ക് സാധിച്ചു. ഇപ്പോഴിതാ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അനശ്വര. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം ആത്മവിശ്വാസം കൂട്ടാറുണ്ട്. വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോയി തുടങ്ങിയ അമ്മയെ കണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ കല്യാണം കഴിക്ക് എന്നല്ല അമ്മ പറയുന്നത്, മറിച്ച് സാമ്പത്തിക ഭദ്രതയില്ലാതെ കല്യാണം കഴിക്കേണ്ട എന്നാണ് പറയാറുള്ളതെന്ന് അനശ്വര പറയുന്നു. ആണ് പെണ്ണ് എന്നൊന്നുമല്ല, എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടേണ്ടതുണ്ട്. എൻ്റെ പാഷനിലൂടെ വരുമാനം നേടാൻ സാധിക്കുന്നു എന്നത് ഇരട്ടി സന്തോഷിപ്പിക്കുന്നുവെന്നും അനശ്വര പറയുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തന്റെ വീട്ടുകാരുടെ പിന്തുണയെക്കുറിച്ചും അനശ്വര സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ചേച്ചിയാണെന്നാണ് അനശ്വര പറയുന്നത്. എൻ്റെ സപ്പോർട്ട് സിസ്റ്റവും വലിയ ക്രിട്ടിക്കും ചേച്ചിയാണ്. ചിലപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട എന്ന് ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, പക്ഷേ അവൾ പറഞ്ഞാൽ കേൾക്കും. ഏത് പ്രശ്നം വന്നാലും അവളാണ് ഒപ്പമെന്നും അനശ്വര പറയുന്നുണ്ട്. 2 കൊല്ലം മുൻപ് സൈബർ ബുള്ളിയിങ് ഉണ്ടായപ്പോഴും അതിനുശേഷം ആളുകൾ പലതും പറയുമ്പോഴും അത് നീ കേൾക്കേണ്ട, ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് തൊട്ടടുത്തു നിന്നത് അവളാണെന്നും അനശ്വര പറയുന്നു. കുറേ പ്രശ്നങ്ങളൊക്കെ അവൾ തന്നെയാണ് ഏറ്റെടുത്തതും നേരിട്ടതും. എന്നെക്കാളും കൂടുതൽ എൻ്റെ പേരിൽ കഷ്ടപ്പെട്ടത് അവളാണെന്നും അനശ്വര പറയുന്നു. അഭിമുഖമൊക്കെ കണ്ടിട്ട് ഇത് ശ്രദ്ധിച്ച് ഇനി പറയാനുള്ള പോയിന്റുകളൊക്കെ നോക്കി പറഞ്ഞു തരും. അവളിൽ നിന്നും കുറേ കോപ്പി അടിച്ചാണ് ഞാൻ ചിലപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും അനശ്വര പറയുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന സൈബർ ബുള്ളിയിങ്ങിനെ കുറിച്ചും അനശ്വര അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. ആദ്യം അതുണ്ടായ സമയത്ത് തരണം ചെയ്യാൻ ശരിക്ക് ബുദ്ധിമുട്ടി. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം എല്ലാ അഭിമുഖത്തിനും താഴെ മോശം കമന്റുകൾ വരാൻ തുടങ്ങി. അന്നൊക്കെ വല്ലാതെ ഡൗൺ ആയിപ്പോയിരുന്നുവെന്നാണ് അനശ്വര പറയുന്നത്. എൻ്റെ ഫോട്ടോ കണ്ടാൽ എടുത്തു നോക്കില്ല, അത്രക്ക് ഇൻസെക്യൂരിറ്റി വന്നു. അതിനുശേഷമുള്ള അഭിമുഖങ്ങളിൽ പോലും വളരെ പതുങ്ങിപ്പോയെന്നും അനശ്വര പറയുന്നു. അതിൽ നിന്ന് മാറി എന്നെ തിരികെ കൊണ്ടുവരുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ലൈറ്റായി എടുക്കാൻ തുടങ്ങിയെന്നും അനശ്വര പറയുന്നു. മുൻപ് ഭയങ്കര ദേഷ്യമായിരുന്നു, എന്തിനാ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നേ എന്ന് തോന്നിക്കൊണ്ടിരിക്കും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.